കൂട്ടുകാരെ അപ്പോൾ ഞങ്ങൾ അമ്മാവൻ്റെ അടുത്ത് വരെ പോവുകയാണ്, അമ്മാവൻ്റെ ഹോസ്പിറ്റലിൽ വരെ പോവുകയാണ്. അപ്പോൾ അമ്മയുടെ കണ്ണ് കാണിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അമ്മയുണ്ട് കൂടെ. നമുക്ക് കണ്ണിന് ചെറിയ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ണട മാറിയപ്പോൾ തൊട്ട് കണ്ണിന് ഭയങ്കര വേദനയാണെന്നാണ് പറയുന്നത്. അപ്പം കണ്ണ് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വരുന്ന ആരാന്ന് നോക്കിയ കൂട്ടുകാരെ, അമ്മയാണ് മുന്നോട്ട് പോത്തിരിക്കുന്നുണ്ടോ. ശരി കേട്ടോ. ഞങ്ങൾ മുഹമ്മേന്ന് ബസ്സിന് വന്ന് ചേർത്തല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, എന്നിട്ട് KSRTC ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു ബസ് വിട്ടു പോയായിരുന്നു, അതിനെ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ ഞാനും അമ്മയും കൂടെ അവിടെ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് പോയി സോഡാ സർബത്തൊക്കെ വാങ്ങി കുടിച്ചായിരുന്നു. അമ്മ പുറത്തുനിന്ന് വെള്ളമൊന്നും കുടിക്കത്തില്ല. പിന്നെ ഇത് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്, ബസ്സിനകത്ത് വെച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് KSRTC ബസ്സാണ്, പക്ഷേ ആൾ കുറവായിരുന്നു, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇരുന്നങ്ങ് പോകാൻ പറ്റി, വലിയ പ്രശ്നമില്ലാതെ പോകാമായിരുന്നു. പിന്നെ ഇതൊരു പള്ളിയാണ്, ഇത് ഏത് പള്ളിയാണെന്ന് അറിയത്തില്ല, അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ളൊരു പള്ളിയാണ് കേട്ടോ. നല്ല ഒരു വലിയ പള്ളിയാണ്. അപ്പം നമ്മളങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ കാണുന്നത് എറണാകുളത്ത് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ളൊരു കായലാണ് കേട്ടോ. വിജലംബിച്ച കായലാണ്. ഇത് ഏത് കായലാണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇത് എറണാകുളത്തെ കായലാണ്. ഏത് കായലാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോ. അപ്പം ഇത് നല്ല ഒരു രസമുള്ള ഒരു കായൽ. നല്ല ദൂരത്തോട്ട് നോക്കുമ്പോൾ നല്ല പച്ചപ്പൊക്കെ പിടിച്ച് നല്ല രസത്തിന് കിടക്കുന്ന ഒരു കാടൊക്കെ ഉണ്ട് അവിടെ. അതുകൊണ്ട് ദൂരമായിട്ട് 3 സൈഡും കാടാണ്. നല്ല ഭംഗിയുണ്ടത് കാണാൻ. നിറയെ പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസകരമായൊരു വലിയൊരു വനപ്രദേശം പോലെ തോന്നും. നല്ല രസമുണ്ടത് കാണാൻ. അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോയി നമുക്ക് നോക്കാനൊക്കെ തോന്നും. ഞാൻ അങ്ങനെ ഇതുവരെ പോയി നോക്കിയിട്ടില്ല. നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പോയി നോക്കാം കേട്ടോ. അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ നോക്കാം. അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഈ ഫ്ലാറ്റ് ഇച്ചിരി ചരിഞ്ഞു പോയി പണിതപ്പം. അങ്ങനെ പണിതവരൊക്കെ മരിച്ചെന്നൊക്കെയാണ് കേട്ടത്. എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. ആ ഫ്ലാറ്റിന് പിന്നിലുള്ള കഥ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എറണാകുളത്തോട്ട് പോകുന്ന വഴിക്കുള്ളൊരു ഫ്ലാറ്റാണത്. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പോയി അമ്മാവൻ്റെ ഹോസ്പിറ്റലിലെത്തി. ഇത് അമ്മാവൻ്റെ ഹോസ്പിറ്റലാണ്. ഡോക്ടർ രാജു ഐ റിസർച്ച് സെൻറ്റർ, ഈ ഹോസ്പിറ്റൽ എന്നാണ്, രാജൂസ് ഹൈ റിസർച്ച് സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് അമ്മാവൻ്റെ ഹോസ്പിറ്റലാണ് കേട്ടോ. ഇത് താഴത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ മേളത്തെ മുറിയിലോട്ടൊക്കെ പോകണമെങ്കിൽ ലിഫ്റ്റുണ്ട്, അതുവഴിയും പോകാം. പിന്നെ ഇത് അമ്മയുടെ കണ്ണ് നോക്കുന്നതായിരുന്നു, ഒരു സിസ്റ്ററാണ് കണ്ണ് നോക്കിയത്. അപ്പോൾ ഞാൻ അന്നേരം അവിടെ നിന്നിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ ആ സിസ്റ്ററിനെയൊന്നും കാണിച്ചിട്ടില്ല, അവർക്ക് വീഡിയോ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ, അത് ഞാൻ ചോദിച്ചില്ലായിരുന്നു. പിന്നെ ഞാൻ അമ്മാവനോട് അവിടെ ചെന്നപ്പോൾ ചോദിച്ചായിരുന്നു, അമ്മാവ വീഡിയോ എടുത്തോട്ടേന്ന്. അപ്പോൾ അമ്മാവൻ പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞായിരുന്നു. ഇത് ഞാൻ അതിന് മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ സിസ്റ്ററിൻ്റെ ഒന്നും മുഖമൊന്നും കാണിച്ചിട്ടില്ല. ഒരു ചെറിയ പെണ്ണാണ് കേട്ടോ. അമ്മയുടെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു ലേസർ ലൈറ്റ് പോലൊരു സാധനം ഇങ്ങനെ അടിക്കും, വന്നിട്ട് നമ്മുടെ കണ്ണിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ടിക്കെന്നൊരു സൗണ്ട് കേൾക്കും. അതിലിങ്ങനെ നോക്കണം, അതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ അതുവഴി നോക്കിയിട്ട് നമുക്ക് കണ്ണിന് ചെറിയ തലയുടെ പുറകിലൊരു വേദനയുണ്ട്. കണ്ണട വെച്ചുകൊണ്ടിരിക്കുന്ന കണ്ണട അമ്മാവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചത് ആദ്യത്തെ കണ്ണടയായിരുന്നു. രണ്ടാമത്തെ കണ്ണട വാങ്ങിയത് അവിടെ ഒരു കണ്ണട കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ അത് അമ്മക്ക് വെച്ചിട്ട് തലവേദന എടുക്കുന്നുണ്ട്. ഞാൻ അമ്മാവൻ്റെ അടുത്ത് വന്നാണ്. അമ്മാവൻ്റെ വിജയേട്ടൻ്റെയൊക്കെ ചാനൽ കാണാറുണ്ട്. പിന്നെ അമ്മക്ക് കൊച്ചുമോനെ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കണ്ണിന് കുഴപ്പമുണ്ടെങ്കിൽ അമ്മാവനെയാണ് അത്ര വിശ്വാസം ഇല്ല, അതുകൊണ്ട് അമ്മാവൻ്റെ അടുത്തേ വരത്തുള്ളൂ. പാട്ടിൻ്റെയാ? എവിടെ വെച്ചായിരുന്നു അമ്മാവ? കുമരകത്ത് വെച്ചോ? അമ്മാവൻ വീഡിയോ എടുത്തോളാൻ പറഞ്ഞിട്ടും ഞാനങ്ങനെ വലുതായിട്ടൊന്നും പോയിന്ന് വീഡിയോ എടുത്തൊന്നുമില്ല. ഞാൻ ആ ഒരു റൂം മാത്രം അങ്ങനെ കാണിച്ചിട്ട് വീഡിയോ എടുത്തുള്ളൂ. ആയിരിക്കുന്ന അമ്മാവന് കിട്ടിയ സർട്ടിഫിക്കറ്റും ട്രോഫിയൊക്കെയാണ് കേട്ടോ. അമ്മാവൻ പിന്നെ പാട്ടൊക്കെ പാടും, ഗസലൊക്കെ ഇതുണ്ട്, TV-യിലൊക്കെ വന്നിട്ടൊക്കെ അമ്മാവൻ്റെ പാട്ടൊക്കെ. പിന്നെ അമ്മാവൻ്റെ ആശുപത്രിക്ക് അക്രഡിറ്റേഷനൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രിയാണ് കണ്ണിൻ്റെ. പിന്നെ അമ്മാവനൊരു യൂട്യൂബർ കൂടിയാണ് കേട്ടോ. അമ്മാവന് നമ്മുടെ ബിജു ചേട്ടനൊക്കെ ചാനലുണ്ട്. ബിജു ചേട്ടൻ എന്ന് പറയുന്ന അമ്മാവൻ്റെ മോനാണ് കേട്ടോ.
അപ്പോൾ അമ്മയുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനായിരുന്നു വീഡിയോ എടുത്തത്. ഞാൻ അവിടെ മാറിയിരുന്ന് വീഡിയോ എടുക്കുമായിരുന്നു. വിജിച്ചേട്ടനിരിക്കുന്നത് മുകളിലത്തെ മുറിയിലാണ്. അങ്ങോട്ട് പോകാൻ സ്റ്റെപ്പുണ്ട്, പിന്നെ ലിഫ്റ്റൊക്കെ ഉണ്ട്. അത് കാല് വയ്യാതെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ലിഫ്റ്റിലും പോകാൻ പറ്റും. അവിടെ തന്നെ ഓപ്പറേഷനൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് ഓപ്പറേഷനൊക്കെ ചെയ്യിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. കൗൺസിലിംഗ് കൊടുക്കുന്ന സ്ഥലം, അങ്ങനെ എല്ലാ ഇതും അതിനകത്ത് തന്നെ, ആശുപത്രിക്കുള്ളിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ അമ്മയുടെ കണ്ണിൽ മരുന്നൊഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ കുടയൊക്കെ എൻ്റെ കയ്യിൽ തരുവാണ്. എന്നിട്ട് അമ്മ അവിടെ അങ്ങനെ കിടന്ന് അമ്മയുടെ കണ്ണിലേക്ക് ടോർച്ച് ലൈറ്റ് അടിച്ചിട്ട് അങ്ങനെ വെച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മാവനായിരുന്നു ക്ലീൻ ചെയ്തത് കണ്ണ് അമ്മയുടെ. ഇഞ്ചക്ഷൻ വല്ലതും എടുക്കുന്നുണ്ടോ? അപ്പോൾ കണ്ണിൽ വല്ല അമ്മക്ക് വല്ല വേണ്ടല്ലോ, കുഴപ്പമില്ല. അവിടെ ഒത്തിരി സ്റ്റാഫൊക്കെ ഉണ്ട്, ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരുടെയും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവരുടെ ഒന്നും പെർമിഷൻ ഇല്ലാതെ എടുത്താൽ വല്ല കുഴപ്പമുണ്ടോയെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല അവരുടെ ആരുടെയും വീഡിയോ. അതെല്ലാവരും പെൺപിള്ളേരാണ്, ചെറിയ പെണ്ണുങ്ങളാണ്. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ നമ്മൾ ചോദിക്കാതെ അങ്ങനെ എടുക്കും. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അമ്മാവൻ പറഞ്ഞതാണ് എടുത്തോളാൻ, പിന്നെ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. ഇത് അമ്മയുടെ കണ്ണിലിങ്ങനെ മരുന്നൊക്കെ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. അമ്മക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു, നമുക്ക് കണ്ണിന് വല്ല പ്രശ്നമൊക്കെ ആയി കാണുമെന്നൊക്കെ വിചാരിച്ചാണ് അമ്മ പേടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അമ്മയെ കൊണ്ടുവന്ന് അങ്ങനെ അവിടെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അമ്മാവനോട് പറഞ്ഞ് എൻ്റെ കണ്ണൊന്ന് നോക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് കണ്ണിന് ചെറിയൊരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്, ദൂരത്ത് കാണാൻ പറ്റുന്നില്ലെന്ന് എനിക്കൊരു തോന്നല്. അപ്പോൾ അങ്ങനെ നോക്കി ചെയ്യാം. അപ്പോൾ അമ്മാവൻ നോക്കിയിട്ട് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ലെന്നാണ്. ഞാൻ വിചാരിച്ചത് ഫോണും ലാപ്ടോപ്പൊക്കെ നോക്കുന്നതുകൊണ്ട് എൻ്റെ കണ്ണിന് വല്ലതൊക്കെ കംപ്ലൈൻറ്റ് കാണുമെന്നായിരുന്നു. പക്ഷേ എൻ്റെ കണ്ണിന് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ മരുന്ന് തന്നിട്ടുണ്ട് ഒഴിക്കാൻ. ഞാനങ്ങനെ കണ്ണടയൊന്നും വെക്കാറില്ലല്ലോ, കണ്ണിന് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഫോൺ നോക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒരു വ്യത്യാസം പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ വീഡിയോ നോക്കുന്ന വീഡിയോ എടുത്ത അമ്മയായിരുന്നു. അമ്മ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കറക്റ്റായിട്ട് ഒരുപാട് വീഡിയോസൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കണ്ണിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, എറണാകുളത്തുള്ളവരല്ല, നിങ്ങൾ എറണാകുളത്ത് വരുന്ന സാഹചര്യത്തിലൊക്കെ വല്ല പ്രശ്നവും വരികയാണെങ്കിൽ ഇവിടെ വന്നാൽ മതി. നല്ല സൗകര്യമുള്ള വലിയ ഹോസ്പിറ്റലാണ്, അമ്മാവൻ്റെ സ്വന്തം ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ NSD രാജു എന്നാണ് അമ്മാവൻ്റെ പേര്. അപ്പോൾ അതേ പേര് തന്നെയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിന് ഇട്ടിരിക്കുന്നത്. മുമ്പ് ഹോസ്പിറ്റലിൻ്റെ പേര് പണ്ട് രഞ്ജിനി ഐ കെയർ എന്നായിരുന്നു. ഇപ്പോൾ അത് മാറ്റി അമ്മാവൻ്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നത്. വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇവിടെ വന്ന് കണ്ണ് കാണിക്കണമെന്ന് തോന്നിയാൽ വന്ന് നോക്കാവുന്നതാണ്. നല്ല ഡോക്ടറും ആണ്, നല്ല ഒത്തിരി നഴ്സുമാരും എല്ലാം ഉള്ള ഒരു വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനുള്ള വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേരുടെ കണ്ണിൻ്റെ ഓപ്പറേഷനുകളൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളതാണ്. ഇതിനകത്ത് നമ്മുടെ താടി ഇങ്ങനെ വെക്കണം. ഇത് എന്നോട് പറഞ്ഞ് അതിൽ താടി വെക്കാൻ വേണ്ടി ആ ചേച്ചി ആ പെണ്ണ് പറഞ്ഞ്. അപ്പോൾ ഞാനങ്ങനെ താടി വെച്ചപ്പോഴത്തേക്ക് ടിക്കുന്നൊരു ശബ്ദം, നമ്മുടെ കണ്ണിങ്ങനെ ഒരു ലേസർ ലൈറ്റ് അടിച്ചിട്ട് ടിക്കുന്നൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മൾ കണ്ണിങ്ങനെ പതുക്കെ അടക്കുകയും തുറക്കുകയും ചെയ്താൽ മതി. ഇത് നമ്പർ വായിപ്പിച്ച് നോക്കുന്നതായിരുന്നു കേട്ടോ. ഞാൻ നമ്പർ വായിച്ചായിരുന്നു, ചില നമ്പരൊന്നും വായിച്ചില്ല. ഇത് അമ്മാവൻ്റെ മോൻ്റെ മുറിയിലേക്ക് പോകുന്ന സ്റ്റെപ്പാണ് ആ കാണുന്നത്. ലിഫ്റ്റ് വഴിയും പോകാം. പിന്നെ അവിടെ തന്നെ കണ്ണട കടയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മക്ക് നേരത്തെ കണ്ണട വാങ്ങിയത് ആദ്യത്തെ പ്രാവശ്യം അമ്മാവൻ്റെ അടുത്തായിരുന്നെങ്കിലും പിന്നെ വാങ്ങിച്ചത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ളൊരു ഇവിടെ നിന്നായിരുന്നു, കണ്ണട കടയിൽ നിന്നായിരുന്നു വാങ്ങിയത്. അപ്പോൾ അതിനെന്തോ ഒരു പ്രശ്നമുണ്ട് ലെൻസിന്, അതുകൊണ്ട് അതിൻ്റെ ലെൻസ് മാറണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് എൻ്റെ കണ്ണ് നോക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മാവൻ്റെ അവിടെ തന്നെയുള്ള കണ്ണട കൊടുക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അമ്മാവൻ പറഞ്ഞ് അവിടെ ചെന്നാൽ മതി, കണ്ണട നോക്കി മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് അമ്മക്ക് അങ്ങനെ ലെൻസ് മാത്രം മതിയായിരുന്നു. പിന്നെ പഴയ കണ്ണട അവിടെ കൊടുത്തത് റെഡിയാക്കി അതിൻ്റെ ലെൻസ് ഇട്ട് തരും.
അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കണ്ണടകളൊക്കെ വാങ്ങിക്കാം അവിടെ നിന്ന്. ഇവിടെ ഇത് റിസപ്ഷനാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് മരുന്നെടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ നേഴ്സ് പോയായിരുന്നു. അങ്ങനെ പോയി മരുന്ന് കൊണ്ട് എനിക്കുള്ളത് തന്നായിരുന്നു. എനിക്ക് കണ്ണിലൊഴിക്കാൻ വേണ്ടി ഒരു മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് അമ്മാവൻ്റെ അവിടുത്തെ കണ്ണടകൾ വിൽക്കുന്ന സ്ഥലം. അവിടെ തന്നെ കണ്ണട കൊടുക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ തന്നെ. ഇത് കണ്ണട നിറയെ കണ്ണടകൾ ഇരിപ്പുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കണ്ണട സെലക്ട് ചെയ്ത് നമ്മുടെ മുഖത്തിന് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് മേടിക്കാൻ പറ്റും, നമുക്കിഷ്ടമുള്ള ഫ്രെയിമിൻ്റെ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് ചേർത്തലയിലൊരു പാത്രക്കടയിൽ കയറിയായിരുന്നു കേട്ടോ. ഈ പാത്രക്കട ചേർത്തലയിലുള്ള പാത്രക്കടയാണ്. ഇവിടെ കയറി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെറിയ സ്പൂണ് കയ്യിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കണം. അപ്പോൾ അങ്ങനെ വന്ന് അവിടുന്ന് ഇഷ്ടമുള്ള കയ്യിൽ സ്പൂണൊക്കെ സെലക്ട് ചെയ്ത് മേടിക്കുമായിരുന്നു. അപ്പോൾ ഞാനും അവിടെ ചുമ്മാ നിന്നപ്പോഴത്തേക്ക് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇടയ്ക്കുള്ള വീഡിയോ ഒക്കെ കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ട്, എടുത്തിട്ടില്ല. വരുന്നതും പോകുന്നതൊക്കെ ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വന്ന് ഞാനൊരു തുണിക്കടയിലേക്കായിരുന്നു. എനിക്ക് ഒരു ഷർട്ട് മേടിക്കാൻ വേണ്ടി KNGയിലേക്ക് കയറി. അപ്പോൾ അവിടെ വന്നപ്പോൾ ചെറിയൊരു ബോഡി ഷോ ചുമ്മാ എടുത്തതാണ് കേട്ടോ, ബോഡി കാണിക്കാനൊന്നും അല്ല, ഷർട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എടുത്തത്. എൻ്റെ ബോഡി ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്, പഴയ പോലെ അല്ല ഇരിക്കുന്നത്. അതുകൊണ്ടൊരു വിഷമം തോന്നി, അങ്ങനെ ഞാൻ ചുമ്മാ എടുത്ത് നോക്കിയതാണ്. ഈ ഷർട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ, ബ്ലാക്ക്. അപ്പോൾ ആ ഷർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, കൊള്ളാവോ ഇല്ലെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഇത് ഇന്ത്യൻ കോഫീസ് വന്നിരിക്കുകയാണ്, ഒരു ബിരിയാണി ഓർഡർ കൊടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ബിരിയാണി എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഇന്ത്യൻ കോഫി ഹൗസാണ്. ഇന്ത്യൻ കോഫീസിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണം. അപ്പോൾ ഞാൻ അവിടുന്ന് സ്ഥിരമായിട്ട് മേടിക്കുന്ന ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി മേടിച്ചപ്പോൾ ബിരിയാണിക്കകത്ത് മുട്ടയില്ല, മുട്ട ചേട്ടൻ മുക്കിക്കളഞ്ഞ്. അപ്പോൾ ഞാൻ അവിടെ പോയി ചേട്ടനോട് ചോദിച്ച് മുട്ടയില്ലേന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പിന്നെയാണ് മുട്ട കൊണ്ട് തന്നത്, അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് കഴിക്കാൻ തുടങ്ങിയപ്പോഴേ അമ്മ വീഡിയോ എടുത്ത്, കഴിച്ച് തീരുന്ന വീഡിയോ ഒന്നുമില്ല, അമ്മ കുറച്ചൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇന്ത്യൻ കോഫി ഹൗസിലെ ഫുഡ് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ വീടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് കൂട്ടുകാരൻ. അമ്മയും കൂടെ ഒന്ന് കണ്ണ് കാണിക്കാൻ വേണ്ടി പോയതാണ്, വന്ന വഴിയാണ് കേട്ടോ. ഇപ്പോൾ വീടിൻ്റെ അവിടെ എത്തി, ഇപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്, നടക്കുവാണ്, റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെയുള്ള വീഡിയോ. ടാറ്റാ.